ജസ്റ്റ് ചൂടാറിയതാണ്. പിന്നെ ഒരു ഈത്തപ്പഴം. ചായക്ക് മുമ്പ് ഇത് ഡെയിലി കുടിക്കലുണ്ട്. ഇത് ചെറിയൊരു പൊട്ടയാണ്. ഇത്രയും ഉണ്ടാവും, ഒരു ഗ്ലാസ്സിൻ്റെ കുറച്ച് ഇത്രയും വലിപ്പമുണ്ടാവും. നമ്മൾ ഈ വെള്ളം ഈത്തപ്പഴം ഇന്ന് രാവിലെ തന്നെ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കടലക്കറി വെക്കുന്നത് നോക്കാം. നമ്മൾ എല്ലാവരും വെക്കുന്നതാണ് സാധാരണ. നമ്മളങ്ങനെ വെക്കുന്നത് നോക്കാം. കടല കഴുകി അതിലിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, തക്കാളി, ഉള്ളി, പിന്നെ വെളുത്തുള്ളി ഇടുന്നവർക്ക് ഇടാം. വെളുത്തുള്ളി ഇട്ടിട്ടില്ല. പിന്നെ ഇതെല്ലാം ഇട്ട് നമുക്കൊരു 5-6 വിസിലടിക്കണം കടലക്ക്. നമ്മൾ തേങ്ങ ഇല്ലാണ്ട് നമുക്ക് കടലക്കറി വെക്കാൻ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഈ കടലിന് വേവിച്ചെടുക്കണം. പിന്നെ ഇത് നമ്മൾ പൊടി വറുത്തതാണ്. മല്ലിപ്പൊടി, മുളക് പൊടിയെല്ലാം ജസ്റ്റ് ഒന്ന് നമ്മൾ കറിയിൽ നമുക്ക് ചൂടാക്കില്ല, അങ്ങനെ ചൂടാക്കി ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം. ചെറിയ ജാറിൽ ചമ്മന്തിയെല്ലാം പിടിക്കുന്നത്. അപ്പോൾ നമുക്കതിനൊപ്പം തേങ്ങ ചേർക്കുന്നവർക്ക് ചേർക്കാം. പക്ഷെ നമ്മൾ ഈ പൊടിഞ്ഞപ്പുറം തേങ്ങയോ ഇത് വെന്ത കടല അതും ചേർത്തടിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇതൊന്ന് വേവിച്ച് തരാം. ഇത് എല്ലാവരും വെള്ളത്തിൽ വെക്കുന്നതാണ്, ഓരോരുത്തരും ഓരോ രീതിയിൽ. ഇത് ഞാൻ വെക്കുന്ന രീതിയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അപ്പം ഗൈസ്, നമ്മൾ കടല വെന്തിട്ടുണ്ട്. ഒരു 6-7 വിസിൽ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ കടല വേവിച്ചൊന്ന് തണിയാൻ വെച്ചതാണ്. അപ്പം നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയെല്ലാം വറുത്തത് നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കണം. നമ്മൾ ഈ വെന്ത പൊടിയും ഇത് വെന്ത കടലയാണ് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിക്കണം. നമുക്ക് തേങ്ങ ഇല്ലാണ്ട് നമുക്ക് കടലക്കറി വെക്കാൻ പറ്റും, സിമ്പിളാണ്. അപ്പോൾ എപ്പോൾ നമുക്ക് തേങ്ങ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ തേങ്ങ ഭയങ്കര ക്ഷാമമല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കടലക്കറി വെക്കാം. പക്ഷെ നമുക്ക് തേങ്ങ കുറച്ച് ചേർക്കാം ഇതിൽ, അപ്പോൾ വേറെ ടേസ്റ്റ് മാറും. കുറച്ച് മീൻസ് എത്രയുള്ള ഒരു പിടി നമുക്ക് കരമുറി തന്നെ വേണമെന്നില്ല കടലക്കറിക്ക്. ഇത് ചേർക്കാണ്ട് അരച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അരച്ചൊന്ന് കാണിച്ചു തരാം. പൊടിയും വെന്ത കടല അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിന് കുക്കറിലേക്ക് ചേർത്തിട്ട് കറി ഒന്നും കൂടി തിളപ്പിക്കണോ. അപ്പോൾ കടുവല്ല ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഉള്ളി വഴറ്റിയിട്ട് അതിലിട്ട് കൊടുക്കണം. അത് വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പം തേങ്ങ ചേർക്കുന്നവർക്ക് തേങ്ങ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ 1 സ്പൂണ്. ഇപ്പം നമ്മൾ ഇത്ര ആളും ചേർത്ത് നമുക്ക് കുറച്ച് മുഴുപ്പുണ്ടാവും. തേങ്ങ നിർബന്ധമില്ല. നമുക്ക് തേങ്ങ ഇല്ലെങ്കിൽ കടലക്കറി വെക്കാൻ സിമ്പിളാണ്. ഇനി ആരും വിഷമിക്കണ്ട. അപ്പം നമുക്കിനി ഇതിലേക്ക് പാരാം. ഞാൻ കുറച്ച് തേങ്ങ ചേർത്തണേ. അപ്പോൾ ഞാൻ ഇത്ര ഫുള്ളും ചേർത്തില്ല, കുറച്ച് ചേർത്താണ്, ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. ഇതൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ കഴിച്ച് നമ്മളിത് അരച്ചതിൽ പാർന്നിട്ടുണ്ട്. നമ്മളിതിലൊഴിച്ച് നമ്മളുടെ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് ജസ്റ്റ് വെളിച്ചെണ്ണ കാച്ചിട്ടുണ്ട്. താളിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കഴിച്ച് നമ്മൾ കടലക്കറി നമ്മൾ ഗ്യാസിൽ ജസ്റ്റ് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ വേണ്ടിയിട്ട് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കടലക്കറി. ജസ്റ്റ് ഒന്ന് തിളച്ചിടുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇത് തേങ്ങ ഇല്ലാണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കടലക്കറി വെക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. അപ്പോൾ ഗൈസ്, നമ്മൾ മിച്ചൂസ് തന്നെ ക്ലീൻ ആക്കുന്ന മിച്ചൂസ് ഇങ്ങനെ അടിച്ച് വരുത്തരും. ഇപ്പോൾ എന്നോടെല്ലാം അങ്ങനെ അടിച്ച് വരുത്തരും. അപ്പോൾ മിച്ചൂസ് അടിച്ച് വരുത്തിയതിൻ്റെ അപ്പോൾ ഞാൻ തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പാത്രമെല്ലാം കഴുകിയിട്ട് കൊട്ടയിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളാരെ നമുക്ക് എടുത്ത് വെക്കാം. ഇതാ ഗൈസ്, നമ്മളെ പാത്രമെല്ലാം ഓൾറെഡി കഴുകി തുടക്കെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അടുക്കള തുടക്കാൻ ബാക്കിയുണ്ട്. അപ്പം നമ്മൾ ചോറിന് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അതിലടക്കം നമ്മൾ തുടക്കലും പിടിക്കലും എല്ലാം നടത്തുന്നത്. ജ്യൂസിന് കഴിയുന്ന എല്ലാ സെൻറ്ററുകളെല്ലാം എല്ലാം ഒരുക്കി ഡ്രസ്സെല്ലാം മടക്കി എല്ലാം ക്ലീൻ ആക്കി തരും, എല്ലാം ഇതാക്കി തരും. ഇതാണ് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്.
നല്ല വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മൾ കുടിക്കാൻ വെച്ചത് കുറച്ച് നമ്മൾ ചോറ് അടുപ്പത്ത് തന്നെ അരിയിടണം. ഇതാ ഗൈസ് നമ്മളെ കറിയെല്ലാം ഇറക്കി വെച്ച് നല്ല തേങ്ങ അരച്ച പോലെ നല്ല രസമുണ്ടാകും കൂട്ടാൻ. ആ ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് തേങ്ങ ആവശ്യമില്ല. നമ്മളിന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ദോശയും കടലക്കറിയാണ്. അപ്പോൾ നല്ല എനിക്കിഷ്ടമാണ് ദോശയും കടലക്കറിയും. ഇതാ ഗൈസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും 2 ദോശയും കുറച്ച് കടലക്കറിയും. പിന്നെ ഈ കടലക്കറി ചോറിനും കൂട്ടില്ല. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിന് കടലക്കറി കൂട്ടാൻ. ആരെങ്കിലും കൂട്ടുന്നതിനൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലിടയ്ക്ക് നമ്മൾ ചോറൊന്ന് നോക്കാൻ പോകുന്നുണ്ട്. അത് വേകാനായിട്ടുണ്ട്. അടുപ്പത്താണ് നമ്മൾ അരിയിട്ടത്. അപ്പോൾ ചോറെല്ലാം വേകാനായിട്ടുണ്ട്. അപ്പം നമ്മളെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,